ഒരാൾ അവനൊരു ഡ്രീം ഉണ്ട്, അവൻ്റെ 25ാമത്തെ വയസ്സിനുള്ളിൽ അവൻ്റെ ലൈഫിൽ സക്സസ്ഫുൾ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്ത് സെൽഫ് ഇമ്പ്രൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചു. അതുപോലെ തന്നെ ജിമ്മിൽ പോകാൻ ഉദ്ദേശിച്ചു. അതുപോലെ തന്നെ ബുക്സ് ഒക്കെ കുറേ വായിക്കാൻ അവൻ ഉദ്ദേശിച്ചു. അപ്പം അങ്ങനെ അവൻ്റെ ലൈഫ് അവന് കുറച്ചും കൂടി ബെറ്റർ ആക്കണമെന്ന് അവൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവൻ വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചു. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു. അപ്പോൾ ഇതൊക്കെ അവൻ മനസ്സിൽ വിചാരിച്ചിട്ട് അവൻ പറഞ്ഞു ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്ത് കളയാൻ പാടില്ല. അവൻ്റെ ഗോൾ 25 വയസ്സിനുള്ളിൽ അവന് സക്സസ്ഫുൾ ആവണമെന്നാണ്. സോ അത് അവൻ മനസ്സിൽ വിചാരിച്ചിട്ട് എന്തായാലും നാളെ മോർണിംഗ് തൊട്ട് തുടങ്ങാമെന്നും പറഞ്ഞ് അവൻ എന്ത് ചെയ്ത് പോയി കിടന്നു. കിടക്കണേ മുമ്പ് അവൻ അലാറമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ 5:30 എണീക്കണം. അപ്പോൾ ഇനി തൊട്ട് ഫുള്ള് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ അലാറമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാവിലെ എണീറ്റിട്ട് അവൻ വർക്കൗട്ടൊക്കെ ടു ഡു ലിസ്റ്റിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ 10 പേജ് ബുക്ക് വായിക്കുക, വർക്കൗട്ട് ചെയ്യുക, വെള്ളം കുടിക്കുക, അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവൻ പ്ലാൻ ചെയ്തിട്ട് അവൻ പോയി കിടന്ന് ഉറങ്ങി. നാളെ തുടങ്ങാമെന്നും പറഞ്ഞു. സോ അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ അവൻ 5:30 അവൻ്റെ അലാറം അടിച്ചു പോകുള്ളൂ. പക്ഷെ അവൻ എണീക്കണില്ല. അവൻ ഭയങ്കര ടയേർഡ്. അപ്പോൾ അവൻ്റെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി അവൻ്റെ മൈൻഡിലൊരു തോട്ട് വന്നു, എന്തായാലും നാളെ സമയമുണ്ട്, നാളെ ചെയ്യാം എന്നും പറഞ്ഞ് അവൻ ആ ഒരു അലാറം കട്ട് ചെയ്തിട്ട് അവൻ കിടന്നുറങ്ങി. എന്നിട്ട് ഉച്ചയ്ക്ക് അവൻ എണീറ്റ് കഴിഞ്ഞിട്ട് ഇന്നലത്തെ പോലെ അല്ല പ്ലാൻ. ഫുൾ അവൻ്റെ ആ ഒരു പഴയ രീതിയിൽ തന്നെ നോർമൽ ആ ലൈഫ് സ്റ്റൈലാണ് അവൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അവൻ ആ പ്ലാൻ ചെയ്ത വർക്കൗട്ടാ അല്ലെങ്കിൽ അവൻ ആ പ്ലാൻ ചെയ്ത ബുക്ക് റീഡിങ്ങാ ഒന്നും വായിച്ചില്ല. അവൻ ഇങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ നാൾ അവൻ്റെ ഡ്രീമിനെ അവൻ ഇങ്ങനെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്ത്. എന്നിട്ട് ഒരു ദിവസം പോയപ്പോൾ പിന്നെയും അവൻ ഒരു പഴയ മോട്ടിവേഷൻ വന്നിട്ട് അവൻ നോക്കി അലാറൊക്കെ സെറ്റ് ചെയ്ത് കിടന്ന് പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോൾ എന്തായാലും മന്തെൻ്റാണ്. സോ ഇനി എന്തായാലും അടുത്ത മാസം തൊട്ട് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ 1-ാം തീയതി തൊട്ട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ പിന്നെ കിടന്നുറങ്ങി അലാറം ഓഫ് ചെയ്തിട്ട്. എന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് അവൻ ആ ഒരു കാര്യം റിയലൈസ് ചെയ്തത്. അതായത് അവൻ വേസ്റ്റ് ചെയ്ത് കളഞ്ഞത് ഏകദേശം 1 വർഷത്തിനടുത്താണെന്നുള്ള കാര്യം. ഈ ടൈം എന്ന് പറഞ്ഞ സംഭവം ആക്ച്വലി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂല അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അത് പോസ് ചെയ്ത് തരൂല. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ദിവസം ഏകദേശം 24 മണിക്കൂറാണ് നമ്മുടെ ലൈഫിലുള്ളതെന്നുള്ള കാര്യം. 24 മണിക്കൂർ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. നമ്മളെല്ലാവരും ഈ ഒരു 24 മണിക്കൂർ എങ്ങനെ യൂസ് ചെയ്യണം? ഒരു 8 മണിക്കൂർ സ്ലീപ്പ് അതിലുണ്ടാവും. അതുപോലെ തന്നെ ജോബ്, കോളേജ്, സ്കൂളെന്നും പറഞ്ഞ് നമുക്ക് ഏകദേശം 8 മണിക്കൂറോളം പോകും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡിനായിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ കൂട്ടാം. അപ്പോൾ ഏകദേശം ഒരു 16 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ 50% ഡേ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്കിനിയുള്ളത് വെറും 6 മണിക്കൂറാണ്. ബട്ട് ഈ വാല്യുബിൾ ആയിട്ടുള്ള 6 മണിക്കൂറിൽ നമ്മളെല്ലാവരും നോർമലി ചെയ്യാറുള്ളത് ഒരു 3 മണിക്കൂർ നമ്മൾ സോഷ്യൽ മീഡിയാസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഹാർവേഡ് പുറത്തുവിട്ട ഒരു റിസർച്ച് അനുസരിച്ച് ആവറേജ് ഒരു ഹ്യൂമൻ ബീങ് ഒരു ദിവസം സോഷ്യൽ മീഡിയാസിൽ 3 to 5 hours വരെ സ്ക്രോൾ ചെയ്യുന്നതാണ്. ഇനിയുള്ളത് 3 മണിക്കൂറാണ്. അതിൽ 1 മണിക്കൂർ വെറുതെ അങ്ങാടും ഇങ്ങാടൊക്കെ നടന്ന സമയം കളയും. പിന്നെയുള്ള 2 മണിക്കൂർ ഫുഡും കഴിച്ചിട്ട് രാത്രി കിടക്കുമ്പോൾ ബെഡിൽ കിടന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഉറക്കം വരുമ്പോൾ കിടക്കും. ഇത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും വേസ്റ്റ് ചെയ്ത് കളയുന്നത്. നമ്മൾ ഓരോ ആൾക്കാരും നമ്മളെ പോലും അറിയാണ്ട് നമ്മുടെ ഒരുപാട് സമയം ഈ ഒരു സോഷ്യൽ മീഡിയാസിലും ഓവറായിട്ടുള്ള ഈ ഒരു ചീപ്പ് ഡോപ്പാമിനായിട്ടുള്ള ആക്ടിവിറ്റീസിലും വേസ്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാം. ഇത് നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു അഡിക്ഷൻ നിങ്ങൾക്ക് ഒരു പരിധി വരെ കുറക്കാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. സോ അതിൽ ഫസ്റ്റ് വൺ, റീപ്ലേസ്, ഡോണ്ട് റിമൂവ്. ഒരിക്കലും നമുക്ക് പെട്ടെന്ന് സോഷ്യൽ മീഡിയാസ് കട്ട് ചെയ്യലും അതിലൂടെ കുറേ സമയം സേവ് ചെയ്യലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ റീപ്ലേസ് ചെയ്യുക. അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയാസിൽ സ്ക്രോൾ ചെയ്യുന്നത് ഒട്ടും യൂസ്ഫുൾ അല്ലാത്ത തിങ് ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ലൈഫിൽ എന്തെങ്കിലും ഗുണമുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഡയറക്റ്റ് യൂസുള്ള എന്തെങ്കിലും കാര്യം ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ കോണ്ടന്റ് ഷിഫ്റ്റ് ചെയ്യുക. അത് മാറ്റിയിട്ട് നമ്മുടെ ലൈഫിൽ ഡയറക്റ്റ് ആയിട്ട് ഉപകാരം വരെ എന്തെങ്കിലും നമ്മൾ സ്ക്രോൾ ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ ഫിറ്റ്നസ് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഫിറ്റ്നസ് റിലേറ്റഡ് കണ്ടന്റ്സ് കൂടുതലും സ്ക്രോൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വേറെ എന്തെങ്കിലും സ്കിൽസാ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും റീൽസാ വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതലും സ്ക്രോൾ ചെയ്യുക. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് എന്തെങ്കിലും യൂസ് കിട്ടും. അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതിലൂടെ നമുക്ക് ആ സോഷ്യൽ മീഡിയാസിലുള്ള സ്ക്രോളിംഗ് ഒരു പരിധി വരെ നമുക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കണ്ടന്റ്സ് ഒന്നും നിങ്ങൾക്ക് അഡിക്റ്റീവായിട്ട് തോന്നൂല. അതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ച് വരാനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സോ ദി സെക്കൻഡ് പോയിന്റ്, ലേൺ ടു പ്രാക്ടീസ് നോ. നമ്മുടെ ലൈഫിൽ പകുതി മുക്കാൽ സമയവും അത് നോ പറയാത്തതുകൊണ്ടാണ് വേസ്റ്റ് ആയി പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മിക്ക ആൾക്കാരും ലൈഫിൽ ഒരു യൂസ്ഫുൾ അല്ലാത്ത കുറേ പരിപാടികളിൽ പോയി സമയം കളയും. കുറേ ഇൻവിറ്റേഷൻ ഉണ്ടാവും, കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, അതിലെല്ലാത്തിലും പോയി കുറേ സമയം കളയും. അവർക്ക് ആ ഒരു ആക്ടിവിറ്റീസിലൊന്നും വലിയ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിലും അവർ ആ ഒരു സമയത്ത് യെസ് പറയും. ഈ എല്ലാ കാര്യത്തിനും യെസ് പറഞ്ഞ ആൾക്കാർക്ക് അവർക്കൊരു ഓൺ സ്കില്ല് പോലും ബിൽഡ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു ബോഡി ഡെവലപ്പ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അവർ മെയിനായിട്ട് അവരുടെ ആ ഒരു വാല്യുള്ള ടൈം അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത്. ലൈഫിൽ നോ പറയുന്നത് അതൊരിക്കലും ഒരു സെൽഫിഷ് എന്ന രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ താല്പര്യമില്ല അല്ലെങ്കിൽ നമ്മുടെ ടൈം വേസ്റ്റ് ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നോ പറയാം. നോ പറയുന്നത് എപ്പോഴും ഒരു സെൽഫ് റെസ്പെക്ട് ആയിട്ട് മാത്രം കണ്ടാൽ മതി. സോ ദി തേർഡ് പോയിന്റ്, ടു ഡു ലിസ്റ്റ്. നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളുടെ ലൈഫിൽ കുറേ സമയം പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. ബേസിക്കലി ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡു ലിസ്റ്റ്. നമ്മുടെ ബ്രെയിൻ എന്ന് വെച്ചാൽ ഒരു ദിവസം ഏകദേശം ഒരു 6000-ഓളം തോട്ട്സ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാനുള്ള ടാസ്കുകൾ
നമുക്ക് ചിലപ്പോൾ ഓർക്കണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഓർക്കണമെന്നില്ല. ആ ഒരു സമയത്ത് നമുക്ക് ഒരു ദിവസം തന്നെ ഏകദേശം ഒരുപാട് ടാസ്കുകൾ ചെയ്യാനുണ്ടാവും. സോ നമുക്കതൊന്നും പ്രോപ്പറായിട്ട് നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റൂല. സോ ആ ഒരു സമയത്ത് നമ്മൾ ടു ഡു ലിസ്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ടു ഡു ലിസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്യുക, അതോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് എടുക്കുക, ഒരു പെന്നും എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യാനുള്ള ടാസ്കുകളെല്ലാം അതിൽ പ്രോപ്പറായിട്ട് റൈറ്റ് ഡൗൺ ചെയ്യുക. ഫോണിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെന്ന് വെച്ചിട്ട് എഴുതുക. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ഒരു ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ടിക്ക് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ഫോണിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നോട്ട്ബുക്കിൽ അതിന് തന്നെ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ബുക്കിലാണെന്നുണ്ടെങ്കിൽ പെന്ന് വെച്ച് തന്നെ ജസ്റ്റ് ടിക്ക് ചെയ്ത് വിടുക. രണ്ടാമത്തെ കാര്യം, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് ടാസ്കുകൾ നമ്മൾ അതിനുള്ളിൽ എഴുതരുത്. നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ള കുറച്ച് ടാസ്കുകൾ മാത്രം എന്ത് ചെയ്യുക, എഴുതുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് പോയിട്ട് നമ്മൾ പതിയെ ടാസ്കിന്റെ ആ ഒരു എണ്ണം പതിയെ കൂട്ടിക്കൂടി വരിക. അല്ലാണ്ട് ഒറ്റയടിക്ക് ഒരിക്കലും നമ്മൾ കൂട്ടരുത്. നമ്മളൊരു ഡേ ടു ഡു ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം, ഒരുപാട് സമയം നമുക്ക് അതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം, നമുക്കൊരു ഡയറക്ഷൻ കിട്ടും. നാലാമത്തെ കാര്യം, നമുക്കൊരു വിഷൻ കിട്ടും. സോ ഞാൻ പറഞ്ഞ സ്റ്റെപ്സും ഈ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ.